ക്ഷേത്രദർശനത്തിനായെത്തിയ രമേശ് ചെന്നിത്തല ഗുരുവായൂരിലെത്തി. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാതെയാണ് ചെന്നിത്തല ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയത്. നിർമ്മാല്യ ദർശനത്തിന് ശേഷം നാളെ മടങ്ങും. മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നിത്തല ഗസ്റ്റ് ഹൌസിലേക്ക് കയറി. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചെന്നത്. ലെവിൻ, ഈ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിലെ അതൃപ്തി, നിരാശ, ആ ഒരു അമർഷം, അതൊക്കെയാണ് ഈ പ്രതികരിക്കാത്തതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അഞ്ജലി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കടുത്ത മാനസിക വിഷമത്തിലാണ് കേരളത്തിൻ്റെ മുൻ മന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരം മുതൽ ഗുരുവായൂർ വരെയുള്ള യാത്രയിൽ ഒരിടത്തും ഒരു തരത്തിലുള്ളൊരു പ്രതികരണത്തിനും മുതിർന്നിരുന്നല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അനുയായികളടക്കം മണിക്കൂറുകളോളം തൃശ്ശൂരിൽ ഗുരുവായൂരിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ കാത്തു നിൽക്കുകയാണ്. ഈ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഇവിടേക്ക് എത്തിയത്. വൈകിട്ട് 5:30 തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടതാണ്. ആദ്യം ഹരിപ്പാട്ട വീട്ടിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിലും അവിടെ എത്താതെ നേരിട്ട് ഗുരുവായൂരിലേക്ക് എത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. നാളെ മലയാള മാസം 1-ാം തീയതിയാണ്, മേടമാസം 1-ാം തീയതിയാണ്. എല്ലാ 1-ാം തീയതികളിലും പതിവായി അദ്ദേഹം ഇവിടെ വന്ന് ദർശനം നടത്തുന്ന ഒരു പതിവ് ഉണ്ട്. കെ കരുണാകരനൊപ്പം രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ നിന്ന സമയം മുതൽ തന്നെ എല്ലാ മലയാള മാസം 1-ാം തീയതിയും രമേശ് ചെന്നിത്തല ഗുരുവായൂർ എത്തുന്നത് പതിവാണ്. അതിപ്പോഴും ഈ പ്രതിസന്ധി ഘട്ടത്തിലും അദ്ദേഹം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. നേരത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പമുള്ള അനുയായികളുമെല്ലാം ഇന്നത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെക്കുറിച്ച് കാത്തിരുന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ആ നിരാശ ഒട്ടും മറച്ചു വെക്കാതെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. മന്ത്രിസഭയിൽ ചേരാൻ തയ്യാറല്ല എന്നുള്ള നിലപാട് രമേശ് ചെന്നിത്തല എടുത്തിരുന്നു എന്നുള്ളതാണ് നേരത്തെ നമുക്ക് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ആ വിഷയത്തിലടക്കം ഒരു പ്രതികരണം നടത്താൻ ഇപ്പോഴും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളോ അടുത്ത ബന്ധമുള്ള ആളുകളോ തയ്യാറാകുന്നില്ല. ഏതായാലും ഏറെ നേരം തൃശ്ശൂർ എത്തി വിശ്രമമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഗുരുവായൂർ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഞാനിവിടെ നിൽക്കുന്ന സമയത്തും ഒട്ടേറെ ആളുകൾ, അദ്ദേഹത്തിൻ്റെ അനുയായികളും കോൺഗ്രസിൻ്റെ ഭാരവാഹികളും നേതാക്കളുമായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. ഈ മുറിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഒരു 30-ലധികം ആളുകളുണ്ട്. അവരെല്ലാവരും തന്നെ അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. ഏത് നിലയിലാണ് ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും, എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നതറിയാൻ ഒട്ടേറെ ആളുകൾ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് കയറി വന്നപ്പോഴൊന്നും രമേശ് ചെന്നിത്തല പ്രതികരിക്കാൻ, മാധ്യമങ്ങൾ പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, ഒരു വാക്കുകൾ കൊണ്ട് പോലും ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും മുഖത്തിൽ നിന്നുമൊക്കെ വ്യക്തമാണ്, നിരാശയുടെ ആഴം വ്യക്തമാണ്. വലിയൊരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ വലിയൊരു ഷോക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അനുയായികളടക്കമുള്ള ആളുകൾ പറയുന്നത്. ഏതായാലും ഇന്ന് രാത്രിയിൽ ഇവിടെ വിശ്രമിച്ചതിന് ശേഷം നാളെ പുലർച്ചെ 3 മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി നിർമ്മാല്യ ദർശനം പൂർത്തീകരിച്ച് 3:45 ഗുരുവായൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ തിരികെ ഹരിപ്പാട്ട വീട്ടിലേക്ക് മടങ്ങാനാണ് തീരുമാനിക്കുക. ഏതായാലും അതിനുശേഷം ആ സമയത്തിനുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും ചെന്നിത്തല ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്നുള്ളതറിയാൻ കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം ചെന്നിത്തലയെ കാണുന്നതിന് ഈ സമയത്തും ഈ വൈകിയ വേളയിലും ഇവിടേക്ക് എത്തുന്നുണ്ട്. അവർ ഇവിടെ തുടരുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിലടക്കം കാണേണ്ട കാഴ്ച തന്നെയാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയെ കണ്ടു കഴിഞ്ഞ ആളുകൾ പുറത്തേക്ക് വരികയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതെ, പുള്ളി റെസ്റ്റിലാണ്. ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണത്തിലാണ്. ദർശനം കഴിഞ്ഞ് നാളെ തിരിച്ചു പോകും. നാളെ രാവിലെ തന്നെ തിരിച്ചു പോകും. നാളെ പുലർച്ചെ ദർശനം കഴിഞ്ഞ് പുള്ളി നേരെ തിരിച്ചു പോകും. കൂടുതൽ നാരായണ എന്തെങ്കിലും ആൾ സംസാരിക്കുള്ളൂ രാവിലെ ഒന്നും സംസാരിക്കാൻ കിടക്കുകയാണ്. അത് തന്നെയാണ്. കാണാൻ പോയ ആളുകളൊക്കെ കണ്ട് അവരോടും കാര്യമായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. റെസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും രാവിലെ ക്ഷേത്ര ദർശനം നടത്തും. അതിനുശേഷം തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരികെ മടങ്ങാനുള്ള തീരുമാനത്തിലാണ് രമേശ് ചെന്നിത്തലയുള്ളത്. അഞ്ജലി, എന്തായാലും ചെന്നിത്തലയുടെ നിരാശ, അമർഷം, അതൊക്കെ തന്നെയാണ് ഈ പ്രതികരണം ലഭിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നാളെയൊക്കെ നമുക്ക് ആ പ്രതികരണങ്ങളൊക്കെ ലഭിക്കുമെന്ന് വിചാരിക്കാം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തി കോൺഗ്രസിൽ നാടകീയ നീക്കങ്ങൾ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ഹൈക്കമാൻഡ് തീരുമാനത്തിന് പിന്നാലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിൽ. മാധ്യമങ്ങളെ കാണാൻ പോലും തയ്യാറാകാതെ ചെന്നിത്തല തലസ്ഥാനം വിട്ടു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം കോൺഗ്രസിനുള്ളിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിടുകയാണ്. രാവിലെ മുതൽ
പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒഴുക്കായിരുന്നു വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിയിലേക്ക്. KC വേണുഗോപാൽ പിന്മാറിയാൽ ഹൈക്കമാൻഡ് മനസ്സിൽ കരുതിയ ആ ട്രംപ് കാർഡ് താനായിരിക്കുമെന്ന് രമേശ് ചെന്നിത്തല ഉറച്ചു വിശ്വസിച്ചു. അണികളും നേതാക്കളും ആഹ്ലാദ പ്രകടനത്തിന് തയ്യാറെടുത്ത് നിൽക്കെയാണ് ഡൽഹിയിൽ നിന്ന് ആ വാർത്തയെത്തിയത്. VD സതീശൻ പുതിയ മുഖ്യമന്ത്രി. Shri VD Satishan be appointed as the leader of the CLP. എന്തൊക്കെ തിരിച്ചടികളുണ്ടായാലും ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ പ്രസ്ഥാനമാണ്, മൂവർണ്ണക്കൊടിയാണ് നമ്മുടെ നെഞ്ചിൽ എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം AICCയുടെ തീരുമാനം എന്തായാലും വേദനയോടെ അംഗീകരിക്കുമെന്ന്. പ്രഖ്യാപനം വന്ന നിമിഷങ്ങൾക്കകം തിരുവനന്തപുരം വഴുതക്കാട്ടെ കൃഷ്ണവിലാസം വീട്ടിൽ കണ്ടത് അസാധാരണമായ നീക്കങ്ങൾ. രമേശ് ചെന്നിത്തല വീടിന്റെ പിൻവാതിൽ വഴി പുറത്തേക്ക്. കാത്തുനിന്ന മാധ്യമപ്പടയെ ഒന്നാകെ വെട്ടിച്ച് സ്വന്തം സ്റ്റാഫിനോട് പോലും യാത്ര പറയാതെ ചെന്നിത്തല ഹരിപ്പാടേക്ക് പാഞ്ഞു. കാത്തുനിന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ജ്യോതികുമാർ ചാമക്കാല ആ വാർത്ത സ്ഥിരീകരിച്ചു. ചെന്നിത്തല വീട്ടിലില്ല. അതൃപ്തിയുടെ പുകമറ അതോടെ നീങ്ങി. പ്രതിഷേധം പരസ്യമായി. അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി. അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയല്ലേ ഉപയോഗിച്ചത്. ചെന്നിത്തല യാത്ര പുറപ്പെട്ട് 5 മണിക്കൂറിന് ശേഷം ചെന്നിത്തലയുടെ യാത്ര ഗുരുവായൂരിലേക്കാണെന്ന് ചാമക്കാലയുടെ തന്നെ വിശദീകരണം. നേരത്തെ പ്ലാൻ ചെയ്ത യാത്രയാണെന്ന് ആർക്കും തൃപ്തികരമാകാത്ത വിശദീകരണം. നാളെ 1-ാം തീയതിയാണ് ഗുരുവായൂർ. എല്ലാ 1-ാം തീയതി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നതാണ്. അദ്ദേഹം ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ്. കാരണം വൈകുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹം നേരത്തെ യാത്ര പോയി. നേരത്തെ തീരുമാനിച്ച പരിപാടി അനുസരിച്ച് പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹം പിണങ്ങിയെന്ന് ഏതെങ്കിലും വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിസ്ഥാനരഹിതമാണ്. പിൻവാതിൽ വഴി രമേശ് ചെന്നിത്തല ഗുരുവായൂരിലേക്ക് തിരിച്ചത് വെറും ഒരു യാത്രയല്ല. അത് ഹൈക്കമാൻഡിനെതിരെയുള്ള നിശബ്ദമായ യുദ്ധപ്രഖ്യാപനമാണ്. കോൺഗ്രസിൽ ഇനി വരാനിരിക്കുന്നത് പൊട്ടിത്തെറികളുടെ നാളുകളാണെന്നതിന്റെ വ്യക്തമായ സൂചന. സീനിയോറിറ്റി പരിഗണിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് ലംഘിക്കപ്പെട്ടുവെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ വികാരം. പ്രതിപക്ഷ നേതാവായും KPCC പ്രസിഡന്റായും പാർട്ടിക്ക് വേണ്ട വിശ്വസ്തയോടെ നിന്ന തനിക്ക് ലഭിച്ച പ്രതിഫലം ഇതാണോ എന്ന ചോദ്യം ഉയർത്തുന്നു. സതീശൻ മന്ത്രിസഭയുമായി സഹകരിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് അദ്ദേഹം. ചെന്നിത്തലയുടെ പരസ്യ പ്രതികരണം എന്താകുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. നിയുക്ത MLA-മാരായ ജ്യോതികുമാർ ചാമക്കാല, അൻവർ സാദത്ത്, TJ വിനോദ് എന്നിവർ രാവിലെ മുതൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലുണ്ടായിരുന്നു. ചെന്നിത്തല ക്യാമ്പിൽ അമർഷം പുകയുമ്പോഴും സതീഷിന്റെ വരവിനെ K മുരളീധരൻ സ്വാഗതം ചെയ്തു. ജനഹിതം മനസ്സിലാക്കിയ തീരുമാനമെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച മുരളീധരൻ ദേശീയ നേതാക്കൾക്ക് നന്ദി രേഖപ്പെടുത്തി. അതേസമയം തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തനെന്നായിരുന്നു പരിഹാസം കലർന്ന സ്വരത്തിൽ K സുധാകരന്റെ പ്രതികരണം. എനക്കൊരു സംതൃപ്തി കുറവില്ലല്ലോ. നിങ്ങളെന്താ എനിക്ക് നല്ല സംതൃപ്തിയാണ്. നല്ല ഭക്ഷണം കഴിച്ചത്. നല്ല ഭക്ഷണം. ചെന്നിത്തലയുടെ ഉള്ളിലെ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ കൊടുങ്കാറ്റിൽ മന്ത്രിസഭാ തീരുമാനമടക്കം പ്രതിസന്ധിയിലാകുമെന്ന ഉറപ്പാണ്. മുറിവേറ്റ സിംഹത്തെ പോലെ ചെന്നിത്തല ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെ മറികടക്കാനാകുമെന്നത് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ പ്രധാന വെല്ലുവിളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.